സോ ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് എങ്ങനെ ലിങ്ക്സ് വെച്ചിട്ട് പേജിലോട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഹോം പേജിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു ലിങ്ക് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോം ഡോട്ട് ജെ എസിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ഫ്രാഗ്മെന്റ് ആഡ് ചെയ്യുക. ഫ്രാഗ്മെന്റ് അകത്ത് നമുക്ക് ഫോർമാറ്റ് ചെയ്ത് നോക്കാം. ഫോർമാറ്റ് സെലക്ഷൻ. അത് H1 താഴെ നമ്മൾ നോർമൽ ഒരു ആങ്കർ ടാഗ് നമ്മളിവിടെ ആഡ് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ ഗോ ടു പ്രോഡക്ട്സ് പേജ്. നമ്മളിവിടെ ആങ്കർ ടാഗിനകത്ത് നമ്മളിവിടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യും. പ്രോഡക്ട്സ് പേജ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആങ്കർ ടാഗിനകത്ത് നമ്മളൊരു href ആഡ് ചെയ്യും. href/products. ഓക്കെ, അപ്പൊ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രോഡക്ട്സ് പേജിനകത്തോട്ട് റീഡയറക്ട് ചെയ്ത് പോകും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഗോ ടു പ്രോഡക്ട്സ് പേജ് ആണ്. നമ്മൾ പ്രോഡക്ട്സിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പ്രോഡക്ട്സ് പേജിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ നോർമൽ വേ ആണ്. നമ്മൾ നോർമൽ ഒരു ആങ്കർ ടാഗ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പേജിനകത്തോട്ട് നാവിഗേറ്റ് ചെയ്ത് പോകും. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു റീലോഡിന്റെ ഐക്കൺ നോക്കിക്കോണേ. ഞാൻ ഈ പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി ഇവിടെ ഒരു ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോർമൽ ആങ്കർ ടാഗിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെർവറിലോട്ട് റിക്വസ്റ്റ് കൊടുക്കും. അതായത് HTTP സെർവറിലോട്ട് റിക്വസ്റ്റ് പോയിട്ട് പുതിയൊരു പേജാണ് ഇവിടെ റീലോഡ് ചെയ്ത് വരുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിന്റെ ഇഷ്യൂസ് വരും. പിന്നെ അതിന് വേറെ കുറെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. സോ റിയാക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റിയാക്ട് റൗട്ടറിനകത്ത് നമുക്ക് ലിങ്ക് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ലിങ്ക് ഒരു മെത്തേഡ് കൊണ്ടുവരണേ നമ്മൾ ഇമ്പോർട്ട് ഫ്രം നമ്മൾ റിയാക്ട് റൗട്ടർ ഡോം എന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമ്മൾ ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഈ ലിങ്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എടുത്ത് ഈ ആങ്കർ ടാഗിനെ മാറ്റിയിട്ട് നമ്മളിവിടെ ലിങ്ക് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കും. ഇവിടെ hrefന് പകരം നമ്മളിവിടെ 2 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേജിലോട്ട് റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഡക്ട്സ് പേജിലോട്ട് പ്രോഡക്ട്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഐക്കൺ ഒന്ന് ശ്രദ്ധിച്ചാണ്. അതായത് പേജ് റീഫ്രഷ് ആയിട്ടില്ല, പകരം ഇവിടെ URL ആണ് അപ്ഡേറ്റ് ആയത്. URL അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നേരെ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഈ പ്രോഡക്ട്സ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ കോമ്പോണന്റ് ലോഡ് ചെയ്ത് കാണിക്കും. വിത്തൗട്ട് നമ്മൾ HTTP റിക്വസ്റ്റ് കൊടുക്കാതെ തന്നെ നമുക്കിവിടെ ഈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ പേജ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോമ്പോണന്റ് ആയിരിക്കും ലോഡ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇവിടെ പുതിയ റിക്വസ്റ്റ് പോകത്തുമില്ല. അത് മാത്രമല്ല നമ്മുടെ പെർഫോമൻസിന് അത് നല്ല പോലെ ബെറ്റർ ആയിരിക്കും. അതായത് നോർമൽ ലിങ്ക് കൊടുക്കുന്നതിന് പകരം. ഓക്കെ, സോ ഇവിടെ നോർമൽ ലിങ്ക് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ റിയാക്ട് റൗട്ടർ ഡോമിന്റെ ലിങ്ക് വെച്ചിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യും. സോ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ലിങ്ക് വെച്ചിട്ട് നമുക്ക് ഏത് പേജിലാണോ നാവിഗേറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് റിയാക്ടർ റൗട്ടർ ഡോമിനകത്തുള്ള ലിങ്ക് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടത്.